ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ പാർട്ട് 2 ആകേതാ 1, 2, പിന്നെ 3, 4 ഇത്ര ക്വസ്റ്റ്യൻസേ ബാക്കിയല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഇനി ചാപ്റ്റർ ഇതോടുകൂടി അങ്ങ് തീരും. ഓക്കെ, ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് യങ്സ് മോഡുലസ് ഫോർ എ പെർഫെക്റ്റ് റിജിഡ് ബോഡി? അപ്പോൾ എന്താ, പെർഫെക്റ്റ്ലി റിജിഡ് ബോഡീന് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം യങ്സ് മോഡുലസ് വൈൻ്റെ ഇക്വേഷൻ FL/A∆L. നമുക്കറിയുന്നൊരു കാര്യം, പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയിൽ എന്ത് സംഭവിക്കില്ല. റിജിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഈ ചാർജർ കാണുന്നില്ലേ, ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ അമർത്തിയാലോ എന്താണ് എൻ്റെ കൈ തന്നെയാണ് എൻ്റെ ചങ്ങായി, ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ എന്താണ് എനിക്ക് ഇതിൻ്റെ ലെങ്ത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് കോമ്പോസിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അത്രയും റിജിഡ് പോലത്തെ സാധനം ഇത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും ആവില്ലെങ്കിലും മറ്റേ നമ്മളെ ഈ കംപ്രസറിലെല്ലാം കാണില്ലേ, നിങ്ങൾ ഇങ്ങനെ നരിട്ടപ്പോൾ താഴെ വരുന്നപ്പോഴത്തേക്ക് സാധനം ഞാൻ മിണ്ടുപോകുന്ന അങ്ങനത്തെ എല്ലാം പറ്റും. പക്ഷേ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയിൽ എന്ത് സംഭവിക്കില്ല, അങ്ങനത്തെ കംപ്രഷൻസ് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഐഡിയൽ കണ്ടീഷൻ അത് അങ്ങനെ ആക്ച്വലി പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിൽ പോസിബിൾ അല്ല. പക്ഷേ ഫിസിക്സ് എന്ന് പറയുന്ന ഇമാജിനേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കും. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും, ഞാനിതിപ്പോൾ എന്ത് മാത്രം ശ്രമിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്തിൽ ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ ΔL എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0. അപ്പോൾ എന്ത് സംഭവിച്ച്, ഇത് 0 ആയിപ്പോയി. അപ്പോൾ 0 ആകുമ്പോൾ അതാ ഇതിപ്പോൾ വേറെ എന്ത് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ 1/0 വന്നു കഴിഞ്ഞാൽ സാധനം ഇൻഫിനിറ്റി. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, അത്രയേ ഉള്ളൂ. അടുത്തത് യങ്സ് മോഡുലസ് കണ്ടുപിടിച്ചാൽ ഇനി അടുത്ത ബൾക്ക് മോഡുലസ് ഫോർ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി. ഇനി ബൾക്ക് മോഡുലസിന് എന്താണ് സ്ഥിതി നമുക്കറിയാം. ബൾക്ക് മോഡുലസ് K = ρ/ΔV/V. ഇതിനാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ρV/ΔV. അപ്പോൾ ഞാൻ നിങ്ങൾ അതേ കേസ് ആലോചിച്ച് നോക്കുക, ഞാനിന്ന് എങ്ങനെ ശ്രമിച്ചാലും ഇതിൻ്റെ വോളിയത്തിൽ വല്ല ചേഞ്ചും വരുമോ? ഞാൻ ഇങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ എൻ്റെ വല്ല ജസ്റ്റ് ഫ്യൂട്ടൈൽ എക്സസൈസ്, അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഒന്നുമില്ല. അപ്പോൾ ΔVയും 0. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 0 ആയിപ്പോൾ, അപ്പോൾ ഇൻഫിനിറ്റി ആയിപ്പോൾ അപ്പോൾ ഇതും ഇൻഫിനിറ്റി, ഇതും ഇൻഫിനിറ്റി. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഈ 2 ക്വസ്റ്റിന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ അവസരം എന്താ, ഈ 2 ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രക്ക് ഈസ് പുള്ളിങ് എ കാർ ഔട്ട് ഓഫ് എ ഡിച്ച് എന്ന് വെച്ചാൽ ആക്ച്വലി ഈ കുഴി ഉണ്ടല്ലോ, നമ്മൾ കാറ് പാവം എന്ന് പറയുന്നത് ആരോ എന്ന് പറയേണ്ടത് നമ്മൾ എന്താണ് ഒരു കുഴിയെല്ലാം വെച്ചിട്ട് ആ കുഴിയിൽ കാറ് പാവം വീണുപോയി, അവിടെ എത്തിപ്പോയി. അപ്പോൾ ഒരു ട്രക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാറിനെ മറ്റേ കുഴിയിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബൈ മീൻസ് ഓഫ് എ സ്റ്റീൽ കേബിൾ. ഒരു ഇരുമ്പിൻ്റെ കേബിൾ വെച്ചിട്ട് എന്താണ് അതിൻ്റെ ഒരു വയർ വെച്ചിട്ട് അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ പൊതുവെ എങ്ങനെയാണ്, ഇതിപ്പോൾ എന്താണ് അതിൻ്റെ ബോണറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കിലത്തെ ഒരു ഇതുണ്ടാവില്ല നമുക്ക് കൊളുത്താൻ പറ്റുന്ന അതായത് അതിന് ചെറുങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കും. അതിൻ്റെ എത്ര തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട് 9.1 മീറ്റർ. ഇതിൻ്റെ മഷി വരാത്തതിലേക്ക് ഇറ്റ് ഈസ് എ റേഡിയസ് ഓഫ് 5 മില്ലിമീറ്റർ. അപ്പോൾ ആ സ്റ്റീൽ കേബിൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനമാണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ്. അതിൻ്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്, 5 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 5 × 10⁻³ മീറ്റർ. വെൻ ദ കാർ ജസ്റ്റ് ബിഗിൻസ് ടു മൂവ്, അത് കാർ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ടെൻഷൻ ഇൻ ദ കേബിൾസ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സാധനമാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ടോ, ഈ വയർ കേബിൾ ഇതിൻ്റെ മുകളിൽ സ്ട്രിങ് ഇതിൻ്റെ മുകളിൽ ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ എത്ര തന്നിട്ടുണ്ട്, 800 ന്യൂട്ടൺ. ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് എ ഫോഴ്സ്. ഹൗ മച്ച് ഹാസ് ദ കേബിൾ ബീൻ സ്ട്രെച്ച്ഡ്, എത്രത്തോളം ആ കേബിൾ സ്ട്രെച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഒരു എലോങ്ങേഷൻ, ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ അതായത് സംഭവം എന്താണ്, അതിൻ്റെ എലാസ്റ്റിസിറ്റിയിൽ ചെറിയൊരു പ്രശ്നം വരും. അങ്ങനെയല്ല, അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ വരും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ മാറ്റം വരും. ആ സ്ട്രെച്ചിങ് സംഭവിക്കും. അതിന് എത്രത്തോളം സ്ട്രെച്ച് ആയിട്ടുണ്ട്, ആ ΔL എന്നൊന്നും കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടല്ലോ. ടെൻഷൻ ഇൻ ദ കേബിൾ F = 800. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഇത്ര വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് അതായത് Y = FL/A∆L. ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടില്ല, പക്ഷേ റേഡിയസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, πr². R നമുക്കറിയാലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഫോഴ്സ് അറിയാം ഇത്ര, ലെങ്ത്ത് 9.1, ഏരിയ πr². ആ ആറിന് പകരം 5 × 10⁻³ എന്നതിന് ഹോൾ സ്ക്വയർ എടുത്താൽ മതി. നമുക്ക് എന്താ അറിയാത്തത്, ΔL അറിയാത്തത്, വൈയും അറിയാം. ഈ ΔL ഇപ്പുറത്തൂടെ വൈ ഇവിടെ എത്തും. ΔL = FL/A ന് പകരം πr², കാരണം റേഡിയസിൻ്റെ ടേംസിൽ നമ്മളെ ഇക്വേഷൻ ഉള്ളത് പിന്നെന്താ × Y. അപ്പോൾ ഫോഴ്സ് 800 ന്യൂട്ടൺ × ലെങ്ത്ത് 9.1 / π 3.14 × r², 5 × 10⁻³ ഹോൾ സ്ക്വയർ Y 2 × 10⁻11. ഫൈനൽ ആൻസർ വിൽ ബി 4.64 × 10⁻⁴ മീറ്റർ. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. അതോടുകൂടി
ഈ പാഠം തീരും. പിന്നെ നമുക്ക് ഫ്ലൂയിഡ്സും തെർമൽ പ്രോപ്പർട്ടീസ് മാറ്റർ ബാക്കിയുണ്ട്. അതും ഞാൻ ഈ വരുന്ന ഈ വീക്കോട് കൂടിയിട്ട് അതും തീർക്കും. ഓൾമോസ്റ്റ് മാർച്ച് 4 എന്നുള്ള ഞാൻ ഡേറ്റ് മാറ്റി. മാർച്ച് 4 അവസാനിക്കേണ്ട യൂട്യൂബ് സീരീസ് ഞാൻ മാർച്ച് 1 തീർക്കും. മാർച്ച് 1 അപ്പോഴത്തേക്ക് വെറും കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രമേ ബാക്കിയുണ്ടാവും. അപ്പോൾ ആ രീതിക്ക് ഞാൻ പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 നിങ്ങളെല്ലാ ടോപ്പിക്സും തരും. +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ. ഐ എം ജസ്റ്റ് ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഞാൻ എല്ലാത്തിനും കഥയും കഴിക്കും. എനിക്ക് എൻ്റെ ഡെഡ് ലൈൻസ് തന്നെ ഞാനിപ്പോൾ വെട്ടി കുറച്ചിട്ടല്ലേ അത്. കാരണം എനിക്കിപ്പോൾ ഫയർ കയറിയിട്ടല്ലേ അത്. എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് ഈ സീരീസ് തീർക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയില്ല വേറെ എന്തെങ്കിലും ഇനി എക്സ്ട്രാ ആയിട്ട് ഇനി വേറെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന റെഡോക്സ് റിയാക്ഷൻസിൻ്റെ ബാലൻസിങ്. നിങ്ങൾ +1 വരെ ശ്രദ്ധിക്കുന്നതിന് മനസ്സിലാവും. കെമിസ്ട്രിയിൽ പല ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ റിയാക്ഷൻ മെക്കാനിസം സീരീസ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 6 വരെ ചെയ്തിട്ടുണ്ട്. അതും പകുതിക്ക് വെച്ച് നിന്നു ഈ ഒരു NCERT സീരീസ് ആണ്. അതും എനിക്ക് ഇനി പാർട്ട് 7 പാർട്ട് 8 ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങിൽ എൻ്റെ മനസ്സിലുണ്ട്. മാർച്ച് 1 ശേഷം മാർച്ച് 1 കൂടിയിട്ട് എൻ്റെ യൂട്യൂബ് മൊത്തം നിർത്തി എന്നല്ല അർത്ഥം. കുറച്ച് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടില്ല ചില നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കോൺസെപ്റ്റിനെ ബേസ്ഡ് ആയിട്ടുള്ള ചില സ്പെസിഫിക് ടോപ്പിക്സ് എന്നുള്ള മുകളിലെ ക്വസ്റ്റൻസ്. അപ്പോൾ ഞാൻ +1 മാത്രമല്ല, ചിലപ്പോൾ +2 എന്തെങ്കിലും ഇനി അത്യാവശ്യമായിട്ട് ഇനി വേണമെങ്കിൽ അത് +2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഐ വിൽ ബി ജസ്റ്റ് ഡൂയിങ്. ഇപ്പോൾ ഞാൻ 4 യൂട്യൂബ് വീഡിയോസ് പെർ ഡേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനി മാർച്ച് 1 ആകുമ്പോൾ കാരണം ഇപ്പോൾ മാർച്ച് 1 എന്ന് പറയുമ്പോൾ 70 days ആവും. ഇറ്റ് വിൽ ബി മൈ 70th ഡേ കണ്ടിന്യൂസ് ഓഫ് റെക്കോർഡിങ് എ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഒന്നൊന്നല്ല, ഞാൻ 4 യൂട്യൂബ് വീഡിയോസ് പെർ ഡേ ആണ് എൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ചുരുക്കിയിട്ട് അപ്പോൾ എന്തായിരിക്കും ഒരു 1 യൂട്യൂബ് വീഡിയോ പെർ ഡേ എന്നുള്ള കണക്കിലേക്ക് ഞാൻ മാറാൻ വന്നത്. കാരണം ഐ എം ഓൾമോസ്റ്റ് ടയേർഡ്. കാരണം 70 ദിവസമായിട്ട് കണ്ടിന്യൂസ് 4 യൂട്യൂബ് വീഡിയോ പെർ ഡേയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എൻ്റെ ജീവൻ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എനർജി ഓൾമോസ്റ്റ് ഒരു അവസ്ഥയായിട്ടില്ല അത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വീഡിയോൻ്റെ ലെങ്ത് വീഡിയോൻ്റെ ഡ്യൂറേഷൻ ഫ്രീക്വൻസി ഒന്ന് കുറക്കുവാൻ ആണ് എൻ്റെ പ്ലാന്. ജസ്റ്റ് 1 യൂട്യൂബ് വീഡിയോ പെർ ഡേ. അങ്ങനെ പോയത് ഇനി എൻ്റെ കാര്യം വല്ലതും നടക്കും ഇനി. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ട എന്തെങ്കിലുമൊക്കെ ബാലൻസിങ് പോലത്തെയും പിന്നെ ഈ റിയാക്ഷൻ മെക്കാനിസം എല്ലായിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും ഇനി മാർച്ച് 1 ശേഷം ഞാൻ കൂടുതൽ ഓരോ ദിവസം ഓരോ യൂട്യൂബ് വീഡിയോ എന്ന രീതിക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ NCERT സീരീസും അതിന് ശേഷമല്ല എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നും പറയുന്നത് നമ്മൾ ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 2 identical solid balls, one of ivory and other of wet clay. ഒന്നിനെ ഐവറി കൊണ്ട് ഉണ്ടാക്കിയില്ല, മറ്റേനെ വെറ്റ് ക്ലേ അതായത് നമ്മളെ കളിമണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയില്ല. ആർ ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ്, സെയിം ഹൈറ്റ്. ഇതാണ് നമ്മളെ കളിമണ്ണെന്ന് വിചാരിക്കും. ഞാൻ ഇത്ര ഹൈറ്റിൽ നിന്ന് ഞാൻ ഇനി എറിയുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനം അതുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വേറെ പോട്ടെ. ഇത് ഐവറി ഇതാണ് നമ്മൾ ഐവറിനെ കൊണ്ടുണ്ടാക്കിയ സാധനം. ഇതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന സ്റ്റിക്കി നോട്ടാണ് മറ്റേ കളിമണ്ണിനെ കൊണ്ടുണ്ടാക്കി. ഞാൻ ഇത് രണ്ടിനും ഒരേ ഹൈറ്റിൽ നിന്ന് താഴെ ഇങ്ങനെ ഇട്ട് എന്തായിരുന്നു സംഭവിക്കുക. വിച്ച് വൺ വിൽ റൈസ് ടു എ ഗ്രേറ്റർ ഹൈറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ്, അതായത് ഇങ്ങനെ തട്ടിയിട്ട് ഇപ്പോൾ ബോളാണെങ്കിൽ ഇത് തട്ടിയിട്ട് റീബൗണ്ട് ചെയ്യില്ല മുകളിലേക്ക്, അതായത് ഇവിടെ തട്ടി ഇതിപ്പോൾ ബോളല്ല, പക്ഷേ നമ്മൾ ക്രിക്കറ്റ് ബോൾ പോലത്തിലാണെങ്കിൽ ഇവിടെ തട്ടിയിട്ട് വീണ്ടും മുകളിലേക്ക് കുറച്ചൊരു ഹൈറ്റിൽ വരും. അപ്പോൾ ഇത് രണ്ടിലും ഏതാണ് കൂടുതൽ ഹൈറ്റ് മുകളിലേക്ക് റീബൗണ്ട്സ് ചെയ്യുന്നില്ലതാണ് ക്വസ്റ്റ്യൻ. നോക്കാം ഇതെങ്ങനെയാണ് മറ്റേ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വെച്ച് നിങ്ങൾ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ആൻസർ ചെയ്യുക. സിൻസ് ഐവറി ബോൾ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ വെറ്റ് ക്ലേ ബോൾ, ദെയർഫോർ ഐവറി ബോൾ ട്രൈസ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ക്വിക്ക്ലി. ഹെൻസ് മോർ എനർജി ആൻഡ് മൊമെൻറ്റം ഇസ് ട്രാൻസ്ഫർ ടു ഐവറി ബോൾ ഇൻ കമ്പാരിസൺ ടു വെറ്റ് ബോൾ, ആൻഡ് ദെയർഫോർ ഐവറി ബോൾ വിൽ റൈസ് ഹയർ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്രൗണ്ട്. ദിസ് വിൽ ബി ദ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന് ചെയ്യുക. അതിൻ്റെ ഐവറി ബോളിന് എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ജാസ്തിയാണ്. അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ലെങ്ത് ഓർ കോമ്പോസിഷൻ. നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് എല്ലാം കാണില്ല, റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിനെ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് നേരെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ദാറ്റ് പ്രോപ്പർട്ടീസ് കോൾഡ് എലാസ്റ്റിസിറ്റി. അതേ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇല്ലത്. അപ്പോൾ അതിൻ്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടിട്ട് അപ്പോൾ കൂടുതൽ ഹൈറ്റിലേക്ക് അത് റൈസ് ചെയ്യും. അപ്പോൾ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അതോടുകൂടി പാഠവും തീർന്ന് ഇനി ആകെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും തെർമൽ പ്രോപ്പർട്ടീസും ബാക്കിയില്ല. അതും ഞാൻ ഈ ഒരു വീക്കിൽ തീർക്കും. +2 അത് 2 ചാപ്റ്റർ ബാക്കിയുണ്ടായിരുന്നു മാത്സ്, അതും ഞാൻ ഈ വീക്കിൽ തന്നെ ഞാൻ തീർക്കും. അതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാം തീരും. മാർച്ച് 1 നിങ്ങളുടെ NCERT സീരീസും തീരും. അതാണ് എൻ്റെ ഇപ്പോൾ മനസ്സിലുള്ള പ്ലാൻ എന്ന് പറയുന്നത്. കാരണം അധികം വെച്ച് നീട്ടി കഴിഞ്ഞാൽ എനിക്കും സ്ട്രെയിൻ ആവും. പിന്നെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടാവില്ല. മാർച്ച് 1 ശേഷം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 3 ഈ പറഞ്ഞ +2 പരീക്ഷ തുടങ്ങുകയാണ്. പിന്നെ അതേപോലെ മാർച്ച് 3 മാർച്ച് 4 ചെയ്യണേ മാർച്ച് 3 ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പിന്നെ അത് +2 അടങ്ങാറായി.
അപ്പോൾ മാർച്ച് എന്താണ് 3-ന് പബ്ലിക് എക്സാം തുടങ്ങുന്ന മുമ്പ് ഇത് നിർത്തണമെന്നില്ല എനിക്കൊരു വാശിയാണ്. പിന്നെന്താ +1കാരെ പറ്റി പറയണ മാർച്ച് 6-ന് ലാംഗ്വേജ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. എന്താണ് 15-നാണ് ഫസ്റ്റ് റിയൽ എക്സാമിൽ കെമിസ്ട്രി വരുന്നത് +2കാരെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ അടുക്ക് 10-ാം തീയതിയിട്ട് CS അല്ലേ. അപ്പോൾ ഞാൻ CS എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. 15-നാണ് നമ്മൾ റിയൽ എക്സാം കെമിസ്ട്രി വെച്ച് തുടങ്ങുന്നത്. +1കാരത് +2കാരെ എനിക്ക് ഷെഡ്യൂളും കറക്റ്റ് ഓർമ്മയില്ല. +1കാരെ എനിക്ക് ഓർമ്മയില്ല. ഇതാണ് എൻ്റെ ഒരു പറയേണ്ടത് എൻ്റെ NCERT സീരീസ് എപ്പോൾ തീരുന്നില്ലതും അതിന് ശേഷം ഞാൻ ഇനി എന്ത് മുന്നോട്ട് ചെയ്യുന്നില്ല ഇതിനെ പറ്റിയില്ല കംപ്ലീറ്റ് പ്ലാനിങ്. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ, എൻഡ് ഓഫ് ദിസ് വീഡിയോ.